എല്ലാ ക്വസ്റ്റ്യൻസും ഒരു കൃത്യമായിട്ടുള്ള പാറ്റേണിലേ വരാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഒരു 350 പേജുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അതൊരു 50-60 പേജ് പഠിച്ചാൽ തന്നെ 80% ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്ന് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഭാഗത്തിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇതിലെ ആദ്യത്തെ സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും, അഥവാ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ നോക്കി പോകുന്ന ആ ഒരു സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ പാറ്റേണുമാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതെന്താണ്, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ആ ഒരു ഭാഗമാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ വർഷവും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ കുറച്ച് മാത്രം എഴുതാനുണ്ടാവുള്ളൂ. പക്ഷെ അതിനെന്താണ്, എല്ലാ മാർക്കിനും എല്ലാ ക്വസ്റ്റ്യൻസിനും 20 മാർക്കുള്ള സിമ്പിൾ ആയിട്ട് 20 മാർക്ക് നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സെക്ഷൻ കേൾക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. നമുക്ക് ഈ ചാപ്റ്റർ ഒന്നാം സെക്ഷൻ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലേക്ക് പോവാം. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രിയിൽ ആദ്യത്തെ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ 19ാമത്തെ യൂണിറ്റ്. ഈ ഒരു ബ്ലോക്കിൽ വരുന്ന 3 ആളുകളാണുള്ളത്. ഒന്ന് ജിബ്രാൻ, അതേപോലെ തന്നെ രണ്ടാമത്തെ ത്വാഹ ഹുസൈൻ, മൂന്നാമത്തെ മുസ്തഫ മൻഫലൂത്തിയുമാണ്. ഈ 3 ആളുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അഥവാ ഈ ഒരു 3 ആളുകളെക്കുറിച്ചും പരീക്ഷയിൽ ചോദ്യം വരാറുണ്ട്. ഏതെങ്കിലും ആളുകളെ കുറിച്ചായിരിക്കും, ഒന്നുകിൽ ത്വാഹ ഹുസൈനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മുസ്തഫ മൻഫലൂത്തിയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജിബ്രാനെ കുറിച്ചായിരിക്കാം. ഏതെങ്കിലും ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ 2 ആളെ കുറിച്ചൊക്കെ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് 3 പേരെ കുറിച്ചും അവരുടെ പ്രധാനമായിട്ടുള്ള വർക്കുകൾ അത് നമ്മൾ നോക്കി വെക്കണം. ആദ്യമായിട്ട് ജിബ്രാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജിബ്രാന്റെ ഒരു ചെറിയ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നോക്കണം. പിന്നെ ജിബ്രാനുമായിട്ട് എഴുതുമ്പോൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റാബിത്തത്തുൽ കലമിയ, അദബുൽ മഹ്ജർ എന്നൊക്കെ പറയുന്നത്. അദബുൽ മഹ്ജറിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സാം ടിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഏതായാലും അതുപോലെ മഹ്ജറിനെ കുറിച്ചൊക്കെ ഈ ഒരു ജിബ്രാന്റെ ഭാഗത്ത് എഴുതണം. അതുപോലെ തന്നെ റാബിത്തത്തുൽ കലമിയെ കുറിച്ചും എഴുതണം. അതുപോലെ മഹ്ജർ നമ്മുടെ ടെക്സ്റ്റിലില്ല. ഏതായാലും അത് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഒരു ജിബ്രാന്റെ 4 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അഥവാ ജിബ്രാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നൽകിക്കൊണ്ട് അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റുകളുടെയൊക്കെ ജിബ്രാന്റെ അൽ അർമിലത്ത് വൈബ്നുഹ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു 4 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റുകളുടെയൊക്കെ ആശയം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ജിബ്രാനെ കുറിച്ചുള്ള എസ്സേ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അതുകൂടെ എഴുതാൻ കഴിയും. അത് എഴുതാനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് ഓർത്തു വെക്കാൻ കഴിയും. കാരണം കൂടുതൽ എന്താണ്, കഥകളാണ്. ഈ നമ്മൾ ശേഷം പറയാൻ പോകുന്ന ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. അത് കൂടുതൽ കഥകളും കവിതകളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അത് ഓർത്തെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഓർത്തെടുക്കാൻ അതിൽ നിന്ന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ അത് എഴുതിയ ആളുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറുള്ളത്. അപ്പോൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് എഴുതാൻ കഴിയും. ഈ ഒരു കഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ എഴുതാൻ കഴിയും. കാരണം ബയോഡാറ്റ പഠിക്കുകയാണെങ്കിലും നമുക്ക് ഒരു പരിധിയിലപ്പുറമൊന്നും കാണാതെ പഠിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് പേജ് നിറക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കഥകളുടെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക, ആ കഥകൾ വെച്ച് എഴുതുക എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു കഥകൾക്ക് ശേഷം വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള എക്സസൈസുകളും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ഭാഗത്ത് പ്രധാനമാക്കി നോക്കാനുള്ളത് ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഓതറുകൾ, ഇവിടെ കൊടുത്തിട്ടുള്ള പ്രധാന സാഹിത്യകാരന്മാരുടെ ആ ഒരു ബയോഡാറ്റ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അവരുടെ ചില കൃതികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ കൃതികളുടെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ അത്ര ഈ ഒരു ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഈ ടെക്സ്റ്റിൽ നിന്ന് മുഴുവനായിട്ടും അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. എന്നാൽ ആ ഒരു മസ്രഹയ്യത്തിൻ്റെയും അതേപോലെ തന്നെ സ്റ്റോറിയുടെ ഭാഗത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും നമുക്ക് അതോടെ എത്തുമ്പോൾ പറയാം. പിന്നെ 20ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിലും ത്വാഹ ഹുസൈനെ കുറിച്ചാണ് പറയുന്നത്. ത്വാഹ ഹുസൈൻ്റെ ആ ഒരു ബയോഡാറ്റ ശരിക്കും മനസ്സിലാക്കി വെക്കുക, ചോദ്യം വരാറുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുഴുവനായിട്ട് കാണാൻ പഠിക്കണമെന്നില്ല. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് 1-2 പഠിച്ചു വെക്കുക. അത് ആരുതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇത് ജിബ്രാൻ എഴുതിയതാണോ അല്ലെങ്കിൽ ത്വാഹ ഹുസൈൻ എഴുതിയതാണോ എന്ന് കൺഫ്യൂഷൻ ആവും.
ഉണ്ടാവും, അതേപോലെ തന്നെ കിട്ടാതെയുമാകും. അതുകൊണ്ട് 1, 2, 3 പുസ്തകങ്ങളൊക്കെ ഓർത്തു വെക്കാൻ അതാണ് നല്ലത്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുകളൊക്കെ കൂടുതൽ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 ആൾക്കാരത് അഥവാ തോഹ ഹുസൈൻ, മുസ്തഫ മൻഫലൂത്തി, ജിബ്രാൻ, ഈ ഒരു 3 ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്രധാന ഡേറ്റുകളൊക്കെ ഓർമ്മിച്ച് വെക്കാൻ കഴിയുമെങ്കിൽ ഓർമ്മിച്ച് വെക്കുക. ബാക്കിയുള്ള ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്തുകളൊന്നും പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കൺഫ്യൂസ് ആവും. ഇത് ആരുടെ ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഇതാരുടെ ബർത്ത് ഡേറ്റ് ആണ്, ഇത് മരിച്ചതാണോ, ഇത് ജനിച്ചതാണോ. ആ ഒരു എക്സാം ഹാളിൽ വരുമ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിച്ച് സമയം പോകാനുള്ള കാര്യമാവും. അതുകൊണ്ട് ഈ ഒരു 3 ആളുകളെ, ഈ ഒരു തുടക്കത്തിലുള്ള 3 ആളുകളെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. അവരുടെ ഈ ഒരു തോഹ ഹുസൈൻ നോക്കുകയാണെങ്കിൽ 1-2 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റുകളുടെയൊക്കെ ഒരു ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് നമുക്കതൊക്കെ കൂട്ടി എഴുതാൻ കഴിയുന്നതാണ്. ഇതിലുള്ള എക്സസൈസുകളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി 21ാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോഡാറ്റ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ആ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 1-2 വർക്കുകളും പഠിച്ചു വെക്കുക. ഇവിടെയുള്ള എക്സസൈസുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ ടെക്സ്റ്റുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആശയം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ കഴിയും. സമയമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടെക്സ്റ്റുകളൊക്കെ വായിച്ച് സമയം കളയരുത്, അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സമയം കളയാൻ നിൽക്കരുത്. കാരണം അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലല്ലാതെ ക്വസ്റ്റ്യൻസ് വരാറേ ഇല്ല. അത് നമുക്ക് സിമ്പിളായിട്ട് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അഥവാ അത് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാനുള്ളതാണെങ്കിൽ നമുക്കത് പരീക്ഷാ ഹാൾ വായിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കി അതിന് ഉത്തരം കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് അത് വളരെയധികം സിമ്പിളായിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റുകളുടെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം എസ്സേ എഴുതുമ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം നമുക്ക് പേജ് തികക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ എഴുതിയാട്ടേ പേജുകൾ തികക്കാൻ കഴിയുള്ളൂ. പിന്നീട് പ്രധാനമായിട്ടുള്ളത് 2ാം ബ്ലോക്കാണ്. 2ാം ബ്ലോക്കിൽ നിന്നുള്ള ആദ്യത്തെ യൂണിറ്റ് 22ാമത്തെ യൂണിറ്റിൽ പറയുന്നത് അറബിക് നോവലിനെ കുറിച്ചാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആളുകൾ, ഇവിടെ 4 ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. മോഡേൺ അറബിക് നോവൽ ആദ്യമായിട്ട് വരുന്നത് മോഡേൺ അറബിക് നോവലാണ്. ആ ഒരു മോഡേൺ അറബിക് നോവലിൽ ആദ്യം 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ 4 ആളുകളെ കുറിച്ചും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. 4 ആളുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. പിന്നീട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദ് ആണ്. നജീബ് മഹ്ഫൂദിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയുള്ള ആളുകളെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഈ ഒരു നോവലിൻ്റെ ഭാഗം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു നോവലിൻ്റെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നോവലിൻ്റെ പ്രധാനമായിട്ടുള്ള അനാസറുകൾ, അതിൻ്റെ ഘടകങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ തുടക്കവും അതിൻ്റെ വികാസവുമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് നോവലിസ്റ്റുകളും അവരുടെ നോവലും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ സമയത്ത് ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആരൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. അതിൽ എല്ലാവരെയും പഠിച്ചാണ് സമയം കളയരുത്. നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് ആളുകളും അവരുടെ നോവലുകളെയും പേരുകളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം നോവലിനെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. അപ്പോൾ നോവലിനെ കുറിച്ച് എഴുതുമ്പോൾ നമുക്കത് എഴുതാൻ കഴിയും. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ നജീബ് മഹ്ഫൂദിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നജീബ് മഹ്ഫൂദ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ അബസുൽ അഖ്ദാർ എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നജീബ് മഹ്ഫൂദിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു നോവലും നമ്മൾ പഠിച്ചു വെക്കുക. ഈ ഒരു നോവലിൻ്റെ ഒക്കെ ആശയം മനസ്സിലാക്കി വെക്കുക. കാരണം നജീബ് മഹ്ഫൂദിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ എസ്സേ ക്വസ്റ്റ്യൻസിൽ നമുക്കിത് എഴുതാൻ കഴിയും. പിന്നെ അടുത്തതായിട്ടുള്ളത് അലി അഹമ്മദ് ബാക്കസീർ ആണ്. നജീബ് മഹ്ഫൂദിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അലി അഹമ്മദ് ബാക്കസീർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാസലാമ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ആശയം മനസ്സിലാക്കി വെക്കുക. 3ാമത്തത് ഹന്നാമീനയെ കുറിച്ചാണ്. ഹന്നാമീനയുടെ ബയോഗ്രഫിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസലുജി യതീമിൻ നാഫിദ എന്ന് പറയുന്ന ഭാഗവും ആ ഒരു ആശയമൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെയുള്ളത് ജൗദത്തു സഹാറാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയും അദ്ദേഹത്തിൻ്റെ അഷാരിയുൽ ജദീദ് എന്ന് പറയുന്ന ആ ഒരു നോവൽ, അതിൻ്റെ ഒരു ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചുരുക്കത്തിൽ ഈ ഒരു 4 ആളുകളുടെയും ബയോഡാറ്റയും അവരുടെ ആ ഒരു നോവലിൻ്റെ ഭാഗങ്ങളും ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിനെ കുറിച്ചാണ്. ഈ ഒരു ടെക്സ്റ്റുകളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല, അഥവാ ഈ നോവലുകളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷേ നമ്മൾ ഈ ഒരു നജീബ് മഹ്ഫൂദിനെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് എസ്സേ എഴുതുമ്പോൾ ആ ഒരു നോവലൊക്കെ നമുക്കതിൽ കൂട്ടിച്ചേർത്ത് എഴുതാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആശയം മനസ്സിലാക്കി വെക്കുന്നത്. പിന്നീട് അടുത്ത യൂണിറ്റ് ആയിട്ടുള്ള 23ാമത്തെ യൂണിറ്റ് അറബിക് ഷോർട്ട് സ്റ്റോറിയാണ്. ഈ അറബിക് ഷോർട്ട് സ്റ്റോറിയിൽ ആദ്യം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഷോർട്ട് സ്റ്റോറി എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഘടകങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക. പിന്നീട് കുറച്ച് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് ആളുകൾ ഒന്ന് ഓർത്തു വെക്കുക, നന്നായിരിക്കും. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചും നമുക്ക് എസ്സേ എഴുതാൻ വരാറുണ്ട്. പിന്നീടുള്ള അതിലുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം മഹ്മൂദ് തൈമൂറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മഹ്മൂദ് തൈമൂർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോഡേറ്റയും അദ്ദേഹത്തിൻ്റെ അൽ ഔദ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റും പഠിച്ചു വെക്കുക, അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തതാണ് യൂസുഫ് ഇദ്രീസ്. യൂസുഫ് ഇദ്രീസിൻ്റെ ആ ഒരു ബയോഡേറ്റയും അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നദറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റാണ്. അതും അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി വെക്കുക. പിന്നെ മൂന്നാമതായിട്ട് സക്കരിയ താമിറാണ്. സക്കരിയ താമിറിൻ്റെ ഒരു ബയോഡേറ്റയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്നുമൂറു ഫിൽ യോമിൽ ആഷിർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റും പഠിച്ചു വെക്കുക. അതിനുശേഷമുള്ള വാക്കുകളുടെ അർത്ഥമോ അല്ലെങ്കിൽ എക്സസൈസുകളൊന്നും ചോദ്യം വരാറില്ല. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും ഈ ഒരു മൂന്നാളുകളുടെ ബയോഡേറ്റയും അതിൻ്റെ അവിടെയുള്ള അവരുടെ ടെക്സ്റ്റും അവരുടെ ഒരു ഷോർട്ട് സ്റ്റോറികളും ഒന്ന് പഠിച്ചു വെക്കുക, അതിൻ്റെ രാശിയം മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറികളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സ്റ്റോറി എന്താണ്, അത് സ്റ്റോറിയുടെ പ്രധാന ഘടകങ്ങൾ, അതേപോലെ തന്നെ സ്റ്റോറിയുടെ ആ ഒരു ചെറിയൊരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഈ ഒരു മൂന്നാളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും മൂന്നാളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഹ്മൂദ് തൈമൂറാണ്. മഹ്മൂദ് തൈമൂർ കഴിഞ്ഞാൽ പിന്നെ യൂസുഫ് ഇദ്രീസാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സക്കരിയ താമിറിനെ കുറിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഏതായാലും മഹ്മൂദ് തൈമൂറിനെ കുറിച്ച് പഠിക്കുക. പിന്നീട് സമയമുണ്ടെങ്കിൽ യൂസുഫ് ഇദ്രീസിനെ കുറിച്ച് നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അവരുടെ ആ ഷോർട്ട് സ്റ്റോറികളുടെ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് 24ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മസ്രാഹിയത്ത് അഥവാ ഒരു അറബിക് ഡ്രാമയെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്രാമയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു മസ്രാഹിയത്തിൽ നിന്ന് എല്ലാ വർഷവും ചോദ്യം വരാറുണ്ട്. പക്ഷേ ഇത് മുഴുവനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അഥവാ ഡ്രാമയെക്കുറിച്ച് എഴുതാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ഡ്രാമയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഡ്രാമയുടെ ആ തുടക്കവും കാര്യങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വളരെയധികം സിമ്പിളായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതായാലും അതിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഡ്രാമയുടെ ഇനങ്ങൾ, അത് മസാത്ത് മൽഹാത്ത് എന്ന് പറയുന്ന ഇനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡ്രാമയെ രണ്ടായിട്ട് ക്ലാസിക്കിയത്ത് റൊമാൻസിയത്ത് എന്ന് പറയുന്ന ഡ്രാമയെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് അധികവും നമ്മുടെ പോയത്തിലുള്ള ക്ലാസിക്കിയത്തിനെയും റൊമാൻസിയത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കാറുള്ളത്. അത് പരീക്ഷയിൽ ക്ലാസിക്കിയത്തിനെ കുറിച്ചൊക്കെ ആ രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഏതായാലും ഇതിൻ്റെ ക്ലാസിക്കിയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഏതായാലും ആ ഒരു ക്ലാസിക്കിയത്ത് റൊമാൻസിയത്ത് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ക്ലാസ് കേട്ടുകാണ്ട് നമ്മൾ ക്ലാസ്സുകൾ കേട്ടുകാണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ആശയവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് അടുത്തതായിട്ടുള്ളത്. ഈ ഒരു അദബുൽ അറബി അഥവാ അറബി സാഹിത്യവും മസ്രഹിയത്തും അഥവാ ഡ്രാമയും എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിനുശേഷം കൊടുത്തിട്ടുള്ള അൽ മസ്രഹിയത്തു ഫിൽ അദബിൽ അറബിയിൽ ഹദീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ മോഡേൺ അറബിക് ലിറ്ററേച്ചറും മസ്രഹിയത്തും അതിനെ കുറച്ച് ഭാഗവും, ഈ രണ്ട് ഭാഗങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും അറബിയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള അറബിയിൽ ഈ ഒരു ഡ്രാമയുടെ ഒറിജിനും അതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ആ ഒരു വികാസത്തെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഈ ഒരു ഡ്രാമയെക്കുറിച്ച് ടോട്ടലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ഒരു അറബിക് ഡ്രാമയെക്കുറിച്ചാണ്. അതേപോലെ തന്നെ അറബിക് ലിറ്ററേച്ചർ ഡ്രാമ ആ ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ഈ രണ്ടാമത്തെ ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാവരെയും കുറിച്ചാണ് പഠിച്ചാണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് എസ്സേ എഴുതുന്ന സമയത്ത് എല്ലാവരെ കുറിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ്സിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. മറിച്ച് എല്ലാവരിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ ഇതൊരു പോയിന്റ് ബേസ് ആക്കിയാണ്ട് ഈ ഒരു ഡ്രാമയുടെ ഈ ആളുകളൊക്കെ ഒരു പോയിന്റ് ബേസ് ആക്കിയാണ്ട് കൃത്യമായ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു എക്സാം ടിപ്പിൻ്റെ അവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നോക്കുക. നമ്മുടെ ഈ ക്ലാസ്സുകളുടെ കൂട്ടത്തിൽ തന്നെ ആ ഒരു എക്സാം ടിപ്പിൻ്റെ ക്ലാസ്സുകളും നമുക്ക് കിട്ടും. പിന്നീട് മസ്രഹയത്ത് ഷേരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല. ഏതായാലും സമയമുണ്ടെങ്കിൽ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഡ്രാമയിൽ നിന്ന് നോക്കാനുള്ളത് പ്രധാനമായിട്ടും
ഡ്രാമയെക്കുറിച്ച് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അത് മനസ്സിലാക്കി വെക്കണം. അതേപോലെ ഡ്രാമയുടെ ഘടകങ്ങൾ, ഡ്രാമയുടെ തുടക്കം, അതിൻ്റെ വികാസങ്ങളും കാര്യങ്ങളും, പിന്നെ റൊമാൻസിയത്ത്, അതിലുള്ള ക്ലാസിക്കീയത്ത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. ആ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ട് ഒരു കഥ പോലെ കേട്ട് പോകാനേ ഉള്ളൂ. പിന്നീട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഒരു അറബിക് ലിറ്ററേച്ചറും ഡ്രാമയുമായിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ്. അറബിയിൽ ഡ്രാമയുടെ തുടക്കവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗം. പിന്നീട് ഇതിൽ വ്യക്തികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തൗഫീഖുൽ ഹക്കീമാണ് ഇതിൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് തൗഫീഖുൽ ഹക്കീമാണ്. തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറില്ലെങ്കിലും തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പിന്നീട് മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കാര്യമായിട്ടും പോയട്രിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പോയട്രിയിൽ 25ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും ക്ലാസിക്കീയത്തിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. ക്ലാസിക്കീയത്തിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ഇൻട്രോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുത്ത ആ ഒരു ഭാഗത്ത് നമ്മൾ പുറമേയുള്ള ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റിലുള്ള ഭാഗം മാത്രം പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ക്ലാസ് എടുത്ത ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 ആളുകളെ കുറിച്ചാണ്. ഒന്നാമത് അഹമ്മദ് ഷൗക്കിയാണ്. അഹമ്മദ് ഷൗക്കിയുടെ ആ ഒരു ബയോഡാറ്റ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖസിയത്തു ഓബ് വോലൂൻ എന്ന് പറയുന്ന ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കവിതയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ഒരു കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൊടുത്താണ്ട് അതിൻ്റെ ആശയം വ്യക്തമാക്കാൻ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം, ആ ഒരു കവിത ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് ഹാഫിദ് ഇബ്രാഹിമാണ്. അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കവിതയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ കൊടുത്താണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കവിതകളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള 2 കവിതകളാണ് ഈ ഖസീദത്തു ഓബോലൂനും ഖസീദത്തു ലുഗത്തുൽ അറബിയും. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് മഅറൂഫ് റസാഫിയാണ്. മഅറൂഫ് റസാഫി പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. അത്രയും മറ്റ് 2 പേരെ അപേക്ഷിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ തന്നെ അവരുടെ ആ ഒരു കവിത അൽ അർമിലത്തുൽ മുർദിയാത്തു എന്ന് പറയുന്ന ആ ഒരു കവിതയും അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. ആ ഒരു കവിതയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പോൾ ഒരു മഅറൂഫ് റസാഫി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഷൗക്കിയും അതേപോലെ തന്നെ ഹാഫിദ് ഇബ്രാഹിമുമാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ എക്സസൈസുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. 26ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും നിയോ ക്ലാസിസത്തെക്കുറിച്ചും അതേപോലെ തന്നെ റൊമാൻറ്റിസത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഒരു ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടെക്സ്റ്റിലുള്ള ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു എക്സ് എഴുതാൻ കഴിയില്ല എന്നല്ല, അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ടെക്സ്റ്റിൽ കറക്റ്റ് ഒരു ഓർഡറിലോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്ലാസ് എടുത്ത ഭാഗത്ത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് പുറമേ നിന്നുള്ള ചോയ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിയോ ക്ലാസിനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ റൊമാൻസത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഇതിൽ നോക്കുകയാണെങ്കിൽ 4 ആളുകളുടെ 4 കവികളുടെ ഒരു ബയോഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടുള്ളത് ഖലീൽ മുത്രാനാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖസിയത്തുൽ ഹസന എന്ന് പറഞ്ഞൊരു കവിത കൂടെ ഉണ്ട്. അതിൻ്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു കവിത അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ആശയം ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എസ്സേയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അടുത്തതായിട്ടുള്ളത് അഹമ്മദ് സക്കി അബൂഷാദിയാണ്. അദ്ദേഹം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ കവിതയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും സമയമുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് ഒമർ അബൂരീഷിയാണ്. അദ്ദേഹം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ കവിതയും നമുക്ക് സമയമുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം. പിന്നീട് നസാർ ഗബ്ബാനിയാണ്. നസാർ ഗബ്ബാനി കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൂടെ കൊടുത്തിട്ടുണ്ട്, സമയമുണ്ടെങ്കിൽ ആ ഒരു കവിതയും നോക്കാം. പക്ഷേ നസാർ ഗബ്ബാനിയെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും വളരെ വിരളമായിട്ടൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം എന്നുള്ള ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു ഖലീൽ മുത്രാനെ കുറിച്ച് നോക്കുക. ഖലീൽ മുത്രാനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കവി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഷാക്കി ആണെങ്കിലും അതേപോലെ തന്നെ ഒമർ അബൂരീഷി ആണെങ്കിലൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദ്യം വരാറില്ല. അതേപോലെ തന്നെ നസാർ ഗബ്ബാനിയെ കുറിച്ച് ഒരു പ്രാവശ്യമൊറ്റേ ചോദ്യം വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പിന്നീട് 27ാമത്തെ യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 27ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും റിയലിസം, സിംബോളിസം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ റിയലിസത്തെക്കുറിച്ചും സിംബോളിസത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അഥവാ ഇതിലൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയലിസം സിംബോളിസം ഒക്കെ അറിയുന്ന ഒരാൾക്ക് എങ്ങനെയാണോ അത് പറഞ്ഞു എങ്ങനെയാണോ അതിനെക്കുറിച്ച് പറയുന്നത് അതേ ഇവിടെ പറയുന്നുള്ളൂ. അഥവാ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല ഈ ഒരു ടെക്സ്റ്റിൽ നാം കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് PG സ്റ്റുഡൻസിനുള്ളതാണല്ലോ, അതുകൊണ്ട് ആ രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ, ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഡിഗ്രിയൊക്കെ അറബി അല്ലാതെ എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെങ്കിൽ അവർക്ക് ഈ ഒരു ടെക്സ്റ്റിലുള്ളത് മാത്രം മതിയാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ മറ്റൊരു ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പോയിന്റുകൾ ബേസ് ആയിട്ട് ഓരോ പോയിന്റുകളായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മഹ്മൂദ് ദർവേഷിനെ കുറിച്ചാണ്. മഹ്മൂദ് ദർവേഷ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബതാഖത്ത് ഹുയ്യ എന്ന് പറയുന്ന ഒരു ID കാർഡ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, അതും കൂടെ പഠിച്ചു വെക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ്. പിന്നീട് കൊടുത്തിട്ടുള്ളത് അബ്ദുൽ വഹാബ് അൽ ബയാത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയൊന്നും അത്ര ചോദ്യം വരാറില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, സമയമുണ്ടെങ്കിൽ പഠിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് നാസിക് മലായിക്കയാണ്. നാസിക്കുൽ മലായിക്ക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയും അദ്ദേഹത്തിൻ്റെ കോളറ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ്, അതും കൂടെ ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ളത് ഫത്വ തൂക്കാനാണ്. ഫത്വ തൂക്കാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പഠിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിക്കാം എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കവിതയാണെങ്കിലും അത്ര തന്നെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും റിയലിസം സിംബോളിസം അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മഹ്മൂദ് ദർവേഷിനെ കുറിച്ചും നാസിക്കുൽ മലായിക്കയും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് ഖലീൽ ജിബ്രാനെ കുറിച്ചും മൻഫലൂത്തിയെ കുറിച്ചും ത്വാഹാ ഹുസൈനെ കുറിച്ചും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അവരുടെ ആ ഒരു ടെക്സ്റ്റുകൾ, അവരുടെ ആ ഒരു സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ചോ രണ്ടാളെ കുറിച്ചോ essay ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ മൂന്നാൾക്കാരെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അവരുടെ ബയോഡാറ്റ പഠിക്കുക. രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ളതാണെങ്കിൽ അറബിക് നോവൽ എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ അറബിക് നോവലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള നജീബ് മഹ്ഫൂദിനെ കുറിച്ചും അലി അഹമ്മദ് ബാക്കസീർ കുറിച്ചും നല്ല രീതിയിൽ പഠിക്കുക. ബാക്കിയുള്ളവരെ കുറിച്ച് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. അതേപോലെ തന്നെ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ 23ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറി എന്താണ്, അതിൻ്റെ ആ ഒരു അനാസിറുകൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ആ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണെങ്കിൽ മഹ്മൂദ് തൈമൂറിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ യൂസുഫ് ഇദ്രീസിനെ കുറിച്ചും ചെറിയ രീതിയിൽ പഠിച്ചു വെക്കുക. സക്കരിയ താമിർ കുറച്ച് ഒന്ന് നോക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. മഹ്മൂദ് തൈമൂറും യൂസുഫ് ഇദ്രീസുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡ്രാമ നോക്കുകയാണെങ്കിൽ ഡ്രാമയുടെ തുടക്കവും അതേ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ അറബിക് ലിറ്ററേച്ചറും ഡ്രാമയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രാമയുടെ ആളുകൾ നോക്കുകയാണെങ്കിൽ തൗഫീഖുൽ ഹക്കീമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ അലി അഹമ്മദ് ബാക്കസീറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചതുകൊണ്ട് അത് പിന്നെ പ്രത്യേകം പഠിക്കണമെന്നുമില്ല. അപ്പോൾ തൗഫീഖുൽ ഹക്കീമാണ് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് 3ാം ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ക്ലാസിസം, അതേപോലെ തന്നെ റൊമാൻറ്റിസം, റിയലിസം, സിംബോളിസം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 25ാം യൂണിറ്റിൽ നിന്നുള്ള അഹമ്മദ് ഷൗക്കി, ഹാഫിസ് ഇബ്രാഹിം, മഅറൂഫ് റസാഫി ഈ 3 ആളുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഷൗക്കിയും ഹാഫിസ് ഇബ്രാഹിമുമാണ്. അതേപോലെ തന്നെ 26ാം യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഖലീൽ മുത്തറാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നാസർ ഗബ്ബാനിയെ കുറിച്ചുകൂടെ പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ 27ാം യൂണിറ്റ് നോക്കുകയാണെങ്കിൽ മഹ്മൂദ് ദർവേഷിനെ കുറിച്ചും നാസിക്കുൽ മലായിക്കയെ കുറിച്ചും പഠിച്ചാൽ മതിയാകും. അവർ രണ്ടുപേരും മാത്രമേ അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ടെക്സ്റ്റിലുള്ള മുഴുവൻ കഥകളും കവിതകളൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടു വെക്കുന്നത്, കവിതകൾ വേണമെന്നില്ല, എല്ലാ കഥകളും അതേപോലെ തന്നെ നോവലുകളും ഡ്രാമകളൊക്കെ ഒന്ന് കേട്ട് വെക്കുന്നത് നന്നായിരിക്കും. എല്ലാത്തിൻ്റെ ഒരു ആശയം നമുക്ക് ഉള്ളിലുണ്ടാവണം. കാരണം ആ ഒരു ആശയം വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് എസ്സേ എഴുതാൻ കഴിയും. അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കവിതകൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അതേപോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആളുകളെ അവരുടെ കവിതകൾ വെച്ചാണ് മാത്രമേ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് ഫുൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് കേട്ടാലും മതിയാവും, ആ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ കവിതകൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ കവിതകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കവിതകളാണുള്ളത്. ഒന്ന് ഷൗക്കിയുടെ ഓബ് ബോലൂൻ എന്നുള്ള കവിത, അതേപോലെ തന്നെ 2 ഹാഫിസ് ഇബ്രാഹിമിൻ്റെ അൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന കവിത, മൂന്നാമത്തത് മഹ്മൂദ് ദർവേഷിൻ്റെ ബത്താഖത്തുൻ ഹുവിയ എന്ന് പറയുന്ന ആ ഒരു കവിത. ഈ ഒരു 3 കവിതകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കവിതയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ കഥകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കവിതയുള്ളൂ, അന്നമൂറു ഫിൽ യോമിൽ ആഷിർ എന്ന് പറയുന്ന 10ാമത്തെ സക്കരിയ താമിറിന്റെ ആ ഒരു കഥ. ആ ഒരു കഥയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കഥയിൽ നിന്ന് ആ ഒരു കഥയെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ കഥകളുടെയും ഒരു ആശയം നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. പിന്നെ നമ്മൾ 2ാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതിലും പുറമെ ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ലിറ്റററി ട്രെൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, അതേപോലെ വാക്കിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസം, റംസിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിസം, ഈ ട്രെൻഡുകളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഇത് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതും അതേപോലെ തന്നെ ആ ഒരു വേറെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാം ടിപ്പിൻ്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചോദ്യം വരുന്ന മറ്റൊരു ഭാഗമാണ് അദബുൽ മഹ്ജർ. അദബുൽ മഹ്ജർ എന്താണെന്നൊക്കെ നമ്മളൊരു എക്സാം ടിപ്പിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദബുൽ മഹ്ജറും അതേപോലെ തന്നെ ഹറക്കത്തു ദീവാനും റാബിതത്തുൽ കലമിയ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം അഥവാ ഈ ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ എക്സാം ടിപ്പിൻ്റെ അവിടെ വേറെ ക്ലാസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.